ഇന്ന് നോമ്പ് 23. ഞാൻ ഉറക്കം എണീക്കുന്ന മുമ്പ് ചന്തയിൽ പോയി. വലിയ നെല്ലിക്ക, അടിപൊളി നെല്ലിക്ക, തക്കാളി, നല്ല പൈനാപ്പിൾ, വലിയ ചൂരയുടെ പകുതിയും മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ബാ ബാ എന്തേര് വെള്ളം അടുപ്പിട്ടിട്ടുണ്ട്. ചോറും കറിയും വയ്ക്കാൻ. ഇവിടെ ഒരാൾക്ക് തേങ്ങ വറുത്ത് വയ്ക്കുന്നതോ പുളിമുളകും വയ്ക്കുന്നതോ ഒന്നും ഒക്കൂല. പച്ച തേങ്ങയ്ക്ക് ഇങ്ങനെ അരയ്ക്കണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉള്ളി, പുളി, തേങ്ങ. ഇത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചുകൊണ്ട് വരാം. അരപ്പ് റെഡിയായിട്ടുണ്ട്. ഇവിടെ മീൻ കണ്ടിക്കുന്നുണ്ട്. കൂടെ കയറി സഹായിച്ചു തരും. അതിനാ ഇതൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നു. അങ്ങനെ കറി അരച്ച് കലക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് മുരിങ്ങയ്ക്ക, തക്കാളി, പുളിച്ചിക്ക, പച്ചമുളക് ഇതെല്ലാം കൂടെ ഇട്ടൊരു കറി വയ്ക്കും. അങ്ങനെ അരി തിളച്ചതായിരുന്നു. അതങ്ങോട്ട് നീക്കി വെച്ചിട്ട് കറി അടുപ്പി വെച്ച് ഇന്ന് രാവിലെ അടുക്കളയിൽ കയറിയതാണ്. മീനും ചോറും വെച്ചാൽ കറിയും ചോറും വെച്ചാൽ പിന്നെ നിസ്കാരവും ഓതലും എല്ലാം നടക്കും. പിന്നെ വൈകിട്ട് വന്നാൽ മതി. മണി 12:30 ആയോളൂ. നെല്ലിക്കയും തക്കാളിയും. വലിയ നെല്ലിക്ക കിട്ടി. എനിക്ക് നെല്ലിക്ക ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പിലിട്ട് തിന്നാൻ. ഈ നോമ്പ് കുറച്ചിട്ടിരിക്കുമ്പം എന്തെങ്കിലും ഉപ്പും പുളിയുള്ളത് തിന്നാൻ തോന്നും. അങ്ങനെ ഞാൻ ഇവിടെ ഇട്ട് വെച്ചിരുന്ന എല്ലാം തിന്ന് തീർത്ത്. കറി അങ്ങനെ വെന്ത് ഇറക്കിയിട്ടുണ്ട്. ചോറടുപ്പിൽ പൊരിക്കാൻ അരപ്പൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നോമ്പ് പൊറിക്കാറാകുമ്പോൾ എടുക്കാം. നെല്ലിക്ക ഉപ്പിലിടാൻ ഉപ്പും വെള്ളമൊക്കെ ചൂടാക്കി മുളകുമൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി കിഴങ്ങ് കൂട്ടാൻ വയ്ക്കണം. ഒരു വിഴുക്ക് വയ്ക്കണം. നോമ്പ് മുറിക്കുമ്പോൾ ഇതൊന്നും തിന്നാനൊന്നും അല്ല, മിക്കവാറും അത്താഴത്തിന് തിന്നേണ്ടി വരും. കുക്കറിലോട്ട് കൊത്തിയിട്ട് ഇനി ഇത് അടുപ്പിൽ വെച്ച് വേവട്ടെ. കുക്കറിൽ കിഴങ്ങ് അടുപ്പിൽ വെച്ചു. ചീനി എന്ന് പറയും. 2 വിസിൽ വരുമ്പോൾ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് അരപ്പൊക്കെ ഇട്ട് ശരിയാക്കാം. ഒരു വെണ്ടയ്ക്ക വിഴുക്ക് വയ്ക്കാൻ അരിയുകയാണ്. ഞാൻ പോയി നിസ്കരിച്ചിട്ട് വരട്ടെ. വന്നിട്ട് ബാക്കി. നെല്ലിക്ക ഉപ്പിലിട്ടത് വരുവായി ഇരിപ്പുണ്ട്. ചൂടക്കാറി. ഇനി ഇത് കുപ്പിയിലോട്ട് മാറ്റാം. ഓ, ഉപ്പൊക്കെ ഉണ്ടാകുന്ന നോമ്പ് കുടിക്കുമ്പോൾ നോക്കാം. ഇതിൽ എത്രയേ കൊള്ളുള്ളൂ. അതൊക്കെ 3-4 ഉള്ളൂ. അത് വേണമെങ്കിൽ നോമ്പ് കുറിക്കുമ്പോൾ അങ്ങ് തിന്നാം. വെണ്ടയ്ക്ക ഒഴുക്ക് വയ്ക്കാം. ഇപ്പോൾ സമയം 5 മണി. ഇനി പുറത്തും കുറച്ച് പണിയുണ്ട്. മുറ്റം തൂക്കണം, ചെടിക്ക് വെള്ളം ഒഴിക്കണം. ഇതും കൂടെ ചെയ്തിട്ട്
വെളിയിലോട്ട് പോവാം. അപ്പോഴൊക്കെ പള്ളിയിൽ പോയി കഞ്ഞി വാങ്ങിച്ചുകൊണ്ട് വരും. ഒരടപ്പിങ്ങെടുക്ക്. ഇന്ന് നമ്മൾ പൈനാപ്പിളിൻ്റെ ജ്യൂസാണ് അടിക്കുന്നത്. അതിനൊരു പൈനാപ്പിൾ മേടിച്ചുകൊണ്ട് വന്നതാണ്. അത് ഫുള്ളും പോയി. ചെത്തി എടുക്കുമ്പോൾ ഇച്ചിരി പുലം കിട്ടും. വിഴക്കായിട്ടുണ്ട്. വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി. നേരത്തെ ചോറും കറിയും വെക്കുന്നതേ ഇവർക്ക് വേണ്ടിയാണ്. മീനുണ്ടെങ്കിലേ തിന്നും. കിഴങ്ങ് വെന്ത് അരപ്പ് ഉപ്പൊക്കെ ഇട്ട് ഇളക്കി. ഇവർക്കിവിടെ വെള്ളം പോലെ ഉടയ്ക്കണം. വെള്ളം ഒഴിച്ചിളക്കാൻ പറയും. അതാണ് ഇവിടുത്തെ കിഴങ്ങ് വെള്ളം പോലെ ഇരിക്കുന്നത്. ഇത് നല്ലോണം ആവുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ചോറ് വെച്ചു. നോമ്പുറിക്ക് അടുത്തില്ലെങ്കിൽ അത്താഴത്തിന് തിന്നും. മീൻകറി, കിഴങ്ങിളക്കിയെടുത്ത് മെഴുക്ക് പുരട്ടി. ഇത്രയും ആയിട്ടുണ്ട്. ഇനി നോമ്പ് മുറിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കിയാൽ മതി. നോമ്പ് മുറിക്കാൻ ചായക്ക് ഇന്ന് കടിയൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. 2 അട ഉണ്ടാക്കാം. ഇതാണ് അട. ചായ കുടിക്കാൻ എന്നും കടിയൊക്കെ അല്ലേ വാങ്ങുന്നത്. എണ്ണക്കടി കഴിച്ച് അസുഖം വരും. ഇന്ന് ഇതായിക്കോട്ടെന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങി. അങ്ങനെ മുറ്റമൊക്കെ തൂത്ത് ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ച്. ചെടിയൊന്നും അല്ല, തക്കാളി. നമ്മളെ വാഴകളെല്ലാം ഒടിഞ്ഞു വീണ് പോയി. തല കറങ്ങും. അവളെന്ത് ഉണ്ടായിരിക്കുന്നു? പൂച്ചാണ്ടിക്ക് വട്ടായേ. അവൾ വെറുതെ കറങ്ങിയൊക്കെയാണ്. മതി. കിട്ടിയേ. പാപ്പ തോറ്റല്ലേക്കളെ. പിടിച്ചോ. മീൻ പൊരിക്കാനുണ്ടായിരുന്നു. പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു, മറന്നുപോയി. അത് പൊരിക്കാൻ പറ്റും. ഇനി തണ്ണിമത്തനും മാങ്ങയും ഇതും കൂടെ കട്ട് ചെയ്തെടുക്കാം. പൊരിച്ച മീൻ ആയിട്ടുണ്ട്.
മതി. ചായ വയ്ക്കാം. സമയമാവാറായി. ഇപ്പോൾ സമയം 6:30 ആയി. നമ്മളെല്ലാം സെറ്റാക്കിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി ബാങ്ക് കേൾക്കുക, നോമ്പ് മുറിക്കുക. അൽഹംദുലില്ലാ, ഈ വർഷമാണ് എനിക്ക് ഇപ്പോൾ 23ാമത്തെ നോമ്പ് കിട്ടി. മറ്റേ എന്നും അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. റബ്ബിടയാക്കിയ 30 നോമ്പും പിടിക്കാൻ അള്ളാഹു വിധി കൂട്ടട്ടെ. ഈ വ്ലോഗ് ഇവിടെ തീരുന്നു. അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കണമെന്ന് വരെ പറഞ്ഞാണ് അതിൽ. ഇത് കണ്ടപ്പോൾ നല്ലപോലെ തോന്നി, ചൂടാകുന്നപ്പോഴത്തേക്ക് തിരിച്ചു പോലെ തോന്നി. കണ്ടാൽ പോലും തിന്നത്തില്ല. പഴംപൊരി വെച്ചാൽ മതിയായിരുന്നു. ചായ എടുത്ത് അങ്ങോട്ട് വയ്ക്കാം, തണുത്തു പോകും.